ഇവിടെ കാണേണ്ടത് ഈ അപകടം പരിസ്ഥിതി പ്രശ്നം മൂലമുണ്ടായ ഒരു പ്രകൃതി ദുരന്തമല്ല. പാരിസ്ഥിതികമായ ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശമായാലും ഇത്തരത്തിൽ നിർമ്മാണ സമയത്ത് വലിയ തോതിൽ വെട്ടിയെടുത്ത മണ്ണ് ആവശ്യമായ മുൻകരുതലുകളില്ലാതെ കൂട്ടിവെച്ചാൽ സംഭവിക്കാവുന്ന അപകടം അത് പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. ഈ വീഴ്ച മറക്കാൻ വേണ്ടി, അത് മറച്ചു വെക്കാൻ വേണ്ടി ലഭിച്ച പാരിസ്ഥിതിക അനുമതിയെ വിവാദത്തിലാക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണ്. പാരിസ്ഥിതിക അനുമതി ലഭ്യമായത് ഏതെങ്കിലും തരത്തിൽ സൂത്രപ്പണിയിലൂടെ ലഭ്യമായതല്ല. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പാരിസ്ഥിതിക അനുമതി ലഭ്യമായത്. ഇവിടെ 2022 ഇത് സംബന്ധിച്ച പാരിസ്ഥിതികാഘാത പഠനം നടന്നത്. സുതാര്യമായി നടന്ന പഠനമാണത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ പദ്ധതി ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും 2023 ഡിസംബർ 11, 13 തീയതികളിലായിട്ടാണ് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗ് നടന്നത്. എല്ലാ പഠനവും പൂർത്തീകരിച്ചു. അങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റികൾ പാരിസ്ഥിതിക അനുമതി നൽകിയത്. സംസ്ഥാനവും നൽകി, കേന്ദ്രവും നൽകി. അവിടെ തീരുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജികൾ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2025 ഡിസംബർ 16 വിധി പുറപ്പെടുവിച്ചു. ഈ ആക്ഷേപങ്ങളെല്ലാം തള്ളുകയും നൽകിയ പാരിസ്ഥിതികാനുമതി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊടുത്തു. അവിടെ അപ്പീലായിട്ട് പോയി. അപ്പോൾ 2026 ഏപ്രിൽ 6 സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹൈക്കോടതി വിധി ശരിവെച്ചു. അപ്പോൾ കൃത്യമായ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടന്നതാണ് ഈ കാര്യത്തിൽ. അതിനെയാണ് തീർത്തും കണ്ടില്ലെന്നടിച്ചുകൊണ്ട് ലാഘവത്തോടെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന നിലയുണ്ടായി. ഇത് തീർത്തും നിർഭാഗ്യകരമായ ഒരു സമീപനമാണ്. പാരിസ്ഥിതിക അനുമതി സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെടുത്തു എന്ന തരത്തിലുള്ള ആരോപണം ഉയരുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജുഡീഷ്യറിയോടുള്ള ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിശോധിച്ച കാര്യത്തിൽ ആ കോടതികളോടുള്ള അവഹേളനം കൂടിയാണ് എന്നതാണ് കാണേണ്ടത്. അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണേണ്ട വിഷയങ്ങളിൽ മന്ത്രിമാർ ഏകോപനമില്ലാതെയും പരസ്പര വിരുദ്ധമായും സംസാരിക്കുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ പലരെയും പഴിചാരി മന്ത്രിമാർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നത് നാം കാണുകയാണ്.